യെസ് സർ. ഓക്കെ സാർ. കേക്കലേ? യെസ് സാർ. കേക്കലേ? സത്തമ കേക്കലേ? തുടങ്ങോ. തുടങ്ങി. ആക്ഷൻ. ക്യാമറ റോളിംഗ്. ആക്ഷൻ. ഒരു ആക്ഷനും കട്ടിന്റെ ഇടയിലാണ്. അണ്ണന്റെ മറ്റേ അണ്ണന്റെ ജീവിതം. തമ്പുരാൻ. ക്യാമറമാനൊക്കെ ആറാം തമ്പുരാൻ. ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ഒരു കാലത്ത് ലാൽ ഫാൻസായി നന്ദി വേണം. നന്ദിയോ ആരോട്? ലാലിനോട്. ലാലിനാണ് നന്ദി വേണ്ടത്. ഒരു കാലത്ത് നമ്മൾ അത്രയ്ക്ക് ഫാനായല്ലോ. അത്രയും സഹിച്ചില്ല. അവനോട് പറ. അവനല്ല, അദ്ദേഹം. അദ്ദേഹം ഏത് അദ്ദേഹം? നിങ്ങളുടെ ലാൽ ഫാൻസ്. ഞാൻ ലാൽ ഫാൻ എന്ന് പറയാം, ആർക്കും അറിയില്ല. ആർക്കറിയില്ല? നിങ്ങൾ ലാൽ ഫാനായി, അതെ. ഞാൻ ലാൽ ഫാനായി. അതെ. ഇപ്പൊ അല്ലല്ലോ. ഇപ്പല്ല. തനിക്ക് നന്ദിയുണ്ടോ മോഹൻലാലിനോട്? അല്ലല്ല, ഒരു മിനിറ്റ് അണ്ണാ, നമുക്ക് വീട്ടിൽ വെച്ച് ലാലേട്ടനെ പറ്റി എന്താ പറഞ്ഞു? ലാലേട്ടന് ലാലേട്ടൻ സ്ത്രീ വിഷയത്തിൽ വീക്കാണ്. സ്ത്രീ വിഷയത്തിൽ വീക്കാണോ? ഓ. സ്ത്രീ വിഷയത്തിൽ പുള്ളി നല്ല മോശമാണ്. ഇംഗ്ലീഷുകാരൻ സ്ത്രീ വിഷയത്തിൽ വീക്കാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പുള്ളി ഞാൻ മോശക്കാരനാണ്. വീക്ക് വാക്ക് പോസിറ്റീവ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയാം? ഫിലോസഫിക്കൽ വീക്ക്നെസ് ഇംഗ്ലീഷ് വീക്ക്നെസ് വ്യത്യാസമുണ്ട്. ഓ അങ്ങനെ. വീക്ക് എന്ന് പറയുമ്പോൾ ഫിലോസഫിക്കൽ മീനിങ് ഉണ്ട്, ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്. മലയാളത്തിലുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് മീനിങ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ഫിലോസഫിക്കൽ മീനിങ് ആണ്. എടുത്തു. ഐക്യു പോലുള്ള ആൾക്കാർ ഞാൻ സംസാരിക്കാറില്ല. ഐക്യ കൂടിയ തമ്പുരാൻ. തമ്പുരാൻ ഒരു മിനിമം കുറച്ച് ഐക്യു തമ്പുരാൻ അണ്ണൻ എത്ര ഉണ്ടോ ഐക്യ? 110. എനിക്ക് 170. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടെണ്ണൻ. അത് വേദനിക്കാം. ഇനി കാണാൻ പോകുന്നത് നെയ്യാറ്റിൻകര ഗോവിന്ദ ഇനി കാണാൻ പോകുന്നത് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട അണ്ണൻ. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടണ്ണൻ തുടങ്ങിയാണ്. ഒരു ഹായ് കൊടുത്തേ. അതെ. ലൈവില്ലേ? അവൻ മറന്നറിയാം. സൗണ്ട് ഇല്ലെന്ന് സൗണ്ട് ഉണ്ടല്ലോ, അത് കുത്തിയില്ലേ താഴെ? ഞാൻ കുത്തിയിട്ടുണ്ടല്ലോ. പിന്നെന്താ എന്താണ് സൗണ്ട് ഇല്ലേ? ഓണല്ലേ? ഒന്നുകൂടെ നോക്കാം. Mic ഓഫാക്കിയിട്ട് ഓണല്ലേ? ഓണാക്കാവേ. ഇത് ഇന്ന് ഞാൻ വല്ല ഹാർവാർഡിലോ ഇപ്പൊ നോക്കി ഇനി നോക്ക്. ഹാർവാർഡിലാക്കേണ്ട ആളാണ്. ഹാർവാർഡില കേംബ്രിഡ്ജിലോ ഹാർവാർഡിലല്ല, ഇവിടെ പേവാടി കൊണ്ട് ഞാൻ IIT പോയ ചെയ്യാം. ഇന്ന് ഹാർവാർഡിൽ ഒരു ഇന്റർനാഷണൽ ലോകത്തിൽ ഞാൻ ഒരു മന്ത്രായിട്ട് അഞ്ചടുത്ത് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ഉണ്ടോ? ഒരു മനുഷ്യ അതൊക്കെ ലിമിറ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ തന്നെയല്ലേ അവനെ കൊണ്ടുവന്നത്? ഹാർവാർഡിലെ ഒരു ബുദ്ധിജീവിയായി സംസാരിക്കേണ്ടത് ഞാൻ ഇത്രയും മിനിമം ഐക്യമുള്ള ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ എപ്പോഴേ തുടങ്ങി? അപ്പോൾ പറഞ്ഞെന്താ, ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അനലിറ്റിക് ഫിലോസഫി വന്നപ്പോൾ ഫെമിനിസ്റ്റ് ഫിലോസഫിയെ കുറിച്ച് അപ്പോഴാണ് ഫെമിനിസം വന്നത്. ഈ ഫെമിനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബയസ്ഡ് കോൺസെപ്റ്റാണ്. കാരണം പെണ്ണുങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫർ ഉണ്ടായിരുന്നു, മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് സ്ത്രീയാണ്. അവർ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും രണ്ടുപേരുടെ റൈറ്റ്സ് വേണ്ടിയാണ്. പിന്നെ വന്ന സൈമൻ ദി ബൂവോ എന്ന് പറഞ്ഞ ചാർട്ടറിൻ്റെ ഫ്രണ്ട് അയാൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ശരിക്കുള്ള ഫെമിനിസ്റ്റ് ആണുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഞാൻ പണ്ട് ഉയരേസ്റ്റ് വന്നപ്പോൾ ഞാൻ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞതാണ്. ആർക്കൊരു മനസ്സിലായി എനിക്കറിയില്ല. നിങ്ങൾ മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് പോലെ ആവണമെന്ന് പറഞ്ഞു. അവർക്കത് മനസ്സിലായി എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞത് എന്താണ്, ഫെമിനിസം പറഞ്ഞാൽ ഒരു ബയസ് കോൺസെപ്റ്റാണ് ഇവിടെ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ഗുണമുണ്ട്, ആണുങ്ങൾക്ക് ആണുങ്ങളെ ഗുണമുണ്ട്. ഇപ്പോൾ ആണുങ്ങൾ ലോജിക്കലാണ്, പെണ്ണുങ്ങൾ ഇമോഷണലാണ്. പെണ്ണുങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റും, ആണുങ്ങൾക്ക് അത് പറ്റില്ല. പിന്നെന്താണ്, പെണ്ണുങ്ങൾക്ക് മെൻ്റലി അവർ സ്ട്രോങ് ആണ്, ആണുങ്ങളെക്കാട്ടും ഫിസിക്കലി സ്ട്രോങ്ങർ ആണുങ്ങളാണ്. അപ്പോൾ രണ്ടിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പിന്നെന്താണ് അല്ല ഞാൻ പറയാം, പെണ്ണുങ്ങൾ റൈറ്റ് ബ്രെയിൻഡ് ആണ്, ആണുങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻഡ് ആണ്. അത് ഓൾസോ പറഞ്ഞാണ്. ലെഫ്റ്റ് ബ്രെയിൻ ആണ് ലോജിക്കലാണ് ആണുങ്ങൾ, പെണ്ണുങ്ങൾ ഇമോഷണലാണ്. പക്ഷെ അവർക്ക് അവരുടെ ഗുണങ്ങളുണ്ട്. അവർക്ക് ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അറ്റ് എ ടൈം ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ മെന്റലി ആണുങ്ങളെക്കാൾ സ്ട്രോങ് പെണ്ണുങ്ങളാണ്. ആര് പറഞ്ഞു? ആണാണ്. ആര് പറഞ്ഞു? അത് അണ്ണൻ. പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പുരോഗതി ഉണ്ടായ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പുരോഗതി സ്ഥാനം കൊടുക്കാത്ത കാരണം എന്താ അറിയോ? സ്ത്രീകൾക്ക് ഈ പീരിയഡ്സ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ആ സമയത്ത് വളരെ ഡിസ്റ്റർബ്ഡായി. അപ്പോൾ അവർക്ക് നിഷ്പക്ഷ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല സ്ഥാനങ്ങളും കൊടുക്കാത്തത്. ആര് പറഞ്ഞു? ഉണ്ടായിക്കോ. അതുകൊണ്ടാണ് അവർക്ക് പല സ്ഥാനങ്ങളും കൊടുക്കാത്തത്. മിണ്ടായിക്ക പല സ്ഥാനങ്ങളും കൊടുക്കാത്ത കാരണം അതാണ്. പിന്നെന്താ പറഞ്ഞു വന്നത്? വെറുതെ ഡോണ്ട് ഇന്ററപ്റ്റ് മീ പ്ലീസ്. പെണ്ണാണോ ഫസ്റ്റ് ഉണ്ടായത് ചോദ്യം അതെ. അത് അക്കൗണ്ട് ബൈബിളിൽ നോക്കിയ ആണാണ്. പക്ഷെ എല്ലാ റിലീജിയനിലും മെയിൽ ഡോമിനേഷൻ ഉണ്ട്, പുരുഷാധിപത്യം ഉണ്ട്. ഈ പുരുഷാധിപത്യം കൊണ്ടുവന്നത് റിലീജിയൻസാണ്. അത് ജുഡേഷ്യ ആയാലും ജൂസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും പുരുഷാധിപത്യം കൊണ്ടുവന്ന അവരാണ്. ഇത് പുരുഷാധിപത്യം അവരാണ് റിലീജിയൻ. ചോദ്യം അതല്ല, സ്ത്രീയാണോ പുരുഷനാണോ ആദ്യം ഉണ്ടായത്? ആദ്യം ഉണ്ടായി അത് പറയാൻ പറ്റില്ല. താനും ഉണ്ടായി പറഞ്ഞ സീരിയസ് ആയി സംസാരിക്കാൻ നോ വളപ്പ്. പെണ്ണാണോ ആദ്യം ഉണ്ടായത്? അക്കൗണ്ട് ബൈബിൾ ക്രിയേഷൻ വെച്ച് ആണുണ്ടായിക്കണം. അക്കൗണ്ട് ഫിലോസഫി ആരാ? ഈ പറയുന്ന ആദാണ് കൊണ്ട് എത്തിപ്പിച്ച ആരാണ്? ഹവ്വയാണ്. എന്തിനാ പെണ്ണിന്റെ വാക്ക് കേൾക്കാൻ പോയത്? അതല്ലേ താൻ ഉണ്ടായിക്കോടാ, ഇവിടെ ബുദ്ധിയുള്ള സംസാരിക്കാൻ താൻ ഉണ്ടായിരുന്നോടാ. ആ പറയാ അടുത്ത എന്താ പറഞ്ഞു വന്നാ ആരോടെങ്കിലും ബോച്ചെ ഫാനാണോ? ലാവിഡ ബോജിന് വേണ്ട, നമുക്ക് ഫെമിനിസം വേണം. WCCയുടെ റിയൽ ഫെമിനിസ്റ്റ് അല്ല, അവര് പുരുഷ വിരുദ്ധതയാണ്. ശരിക്കും ഫെമിനിസ്റ്റ് അല്ല. അപ്പൊ ഇനി ശരിക്കുള്ള ഫെമിനിസ്റ്റ് ഇത് താൻ ഉണ്ടായിക്കോടുന്നത് ഇവിടെ വൻ സീരിയസ് പറയുമ്പോഴാണ് ഞാൻ ഈ ഫെമിനിസം പറയുമ്പോൾ ഈ പെണ്ണുങ്ങൾ വളരെ ബയസ്ഡാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഈ അനിറോസ് കേസിൽ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, ഫറാസിബിൾ അവരത് അവരുടെ സിബിൽ സ്കോർ എത്ര? ഒരു മിനിറ്റ് തർമ്മ വളുപ്പറയല്ല. അപ്പോൾ ഈ പറഞ്ഞത് വളരെ നിഷ്പക്ഷമായിട്ടോ ഞാൻ റിവ്യൂ കൊടുക്കുന്നതാണ്. താൻ മിണ്ടായിക്കോടാ റിവ്യൂ കൊടുക്കുന്നത് ഞാൻ നിഷ്പക്ഷമായി റിവ്യൂ കൊടുക്കണം. നമ്മൾ ഒരു പക്ഷത്ത് ചേരാൻ പാടില്ല, നിഷ്പക്ഷമായിട്ട് പറയണം. ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ സ്ത്രീകൾക്ക് അനുകൂലമാണ്, പല ട്രാൻസ്ജെൻഡറിന് പല നിയമങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് 2.25 lakh rupees നഷ്ടപ്പെട്ടത്. ആളെ കണ്ടിട്ട് പോലുമില്ല. കണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആളെ കണ്ടിട്ടില്ല, കാണാതെ നോക്കെ. എനിക്കാണ് ആ കേസിൽ ഒരു ബന്ധവുമില്ലാത്ത, ഞാൻ ആളെ കണ്ടിട്ടുമില്ല. താനും ഉണ്ടായിക്കോടാ. ആളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആ ഒരു ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ ഒന്നും ചെയ്യും, ഒരു ബന്ധമില്ലാത്ത എന്നെ ഏർപ്പെടുത്തി. അത് ഫെമിനിസമായിട്ട് എന്താ ബന്ധം? അത് ട്രാൻസ്ജെൻഡറാണ്. ഇങ്ങനെ പല നിയമങ്ങൾ ഇവർക്ക് മിണ്ടായി ആൾക്കാർക്ക് അനുകൂലമായി കൊടുത്ത പല നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. നോർത്ത് ഇന്ത്യയിൽ നിർഭയ കഴിഞ്ഞിട്ട് റേപ്പിൻ്റെ നിയമം വരാൻ കാരണം അവിടുത്തെ ആൾക്കാർ വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് അവർ സിവിലൈസ്ഡ് അല്ല. അപ്പോൾ അവിടെ റേപ്പ് കോമൺ ആയതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ അത് മിസ്യൂസ് ചെയ്യാം. ഒരുപാട് ആണുങ്ങൾ ജീവനം പോയിട്ടുണ്ട്. ഇവിടെ മെയിൽ സെലിബ്രിറ്റീസ് ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് പെടാത്തവർ മെയിൽ സെലിബ്രിറ്റി ഉണ്ട്. അത് കാര്യം ഫീമെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആത്മഹത്യ ചെയ്യുന്നതോ? പണ്ട് എത്ര നടിമാർ ആത്മഹത്യ കൊണ്ടു പുരുഷാധിപത്യം കാരണം. ഞാൻ പറയാം, പണ്ട് ആണുങ്ങളായിരുന്നു മിസ്യൂസ് ചെയ്തത്. ഒന്ന് മിണ്ടായിട്ടാണ്. പണ്ട് ആണുങ്ങൾക്ക് അതിന് പവർ, അവർ മിസ്യൂസ് ചെയ്തു. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണ്, ഇപ്പോൾ പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഫെമിനിസോ അല്ല സോമിനിസോ അല്ല, മിസ്യൂസ് ഓഫ് പവറാണ്. പണ്ട് ആണുങ്ങൾക്ക് പറഞ്ഞപ്പോൾ അവർ മിസ്യൂസ് ചെയ്തു, ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞപ്പോൾ അവർ മിസ്യൂസ് ചെയ്തു. അത്രയേ ഉള്ളൂ, അല്ല ഒരു ജെൻഡറും അല്ല. നാളത്തെ കാലത്ത് ആരും ഒന്ന് മിസ്യൂസ് ചെയ്യും. താൻ ഉണ്ടാവുകയാണെന്ന് ശരിയാണല്ലോ. ആറെണ്ണം ഹോട്ടലുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? എനിക്ക് ഹോട്ടലൊന്നുമില്ല. താൻ മിണ്ടായി സീരിയസ് ടോക്കാണ്. സീരിയസ് ടോക്കിനിടെ കിടന്ന് വേണം ഉണ്ടാക്കാതെ ചുമ്മാ എല്ലാവരും മിണ്ടരുന്നുള്ള പറയുന്നത്. അതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കണം. എല്ലാവരും ഞാൻ അതാണ് പാർട്ടിയോട് പറഞ്ഞത്. യു ഷുഡ് ബി ലൈക്ക് മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് പോലെ ആവണം. അത് മണപ്പൂർ ഉണ്ടാക്കിയ കോൺട്രവേഴ്സിയാണ്. ഞാൻ പറയാം, അന്ന് പാർവതി ജസ്റ്റ് പേര് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. ആ പേര് പറയിപ്പിച്ചത് ഗീതു മോഹൻദാസ് ആണ്. ഗീതു മോഹൻദാസ് വളരെ ഇന്റലിജന്റ് ആയിട്ട് ഫിലിം മേക്കറാണ്. പക്ഷെ പണ്ട് അവർ നല്ലവരായിരുന്നു. ഇപ്പം അവർ കുറച്ച് പുരുഷവിരുദ്ധ കാണിക്കുന്നില്ല.
പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് രാജീവ് എനിക്കറിയാം. ആ പുള്ളി ജനുവനാണ്. അറിയാന്ന് പറഞ്ഞാ ഒന്നും മിണ്ടേടോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, അതെന്ത് ഓർത്താണത് ഒരു കാര്യം മിണ്ടാതിരിക്കാൻ സ്വേച്ഛാധിപതി പോലെ രാജീവ് എന്റെ ഫ്രണ്ടാണ്. ഫെമിനിസ്റ്റാണ് കുറ്റം പറയുന്നത്. താൻ ഭയങ്കര നാസിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അത് ഞാനല്ല നാർസിസ്റ്റാണ്. പിന്നെ ഞാനാണോ? ഒന്നാണ് ഈ ബുദ്ധി കുറവുള്ള ആൾക്കാർ ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ബുദ്ധി കുറവാണ്. അത് ആ വസ്തുത മനസ്സിലാക്കുക. അവൻ എന്താ പറഞ്ഞു ഈ ഇൻട്രസ്റ്റ് വന്നു. എന്താ ഞാൻ പറഞ്ഞു വന്ന അത് ഗിരിമോഹൻദാസ് മണപ്പൂർ ഉണ്ടാക്കിയതാണ്. അന്ന് പാർവതി തോറ്റ് ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ. ആ പേര് പറയിപ്പിച്ച് ഗിരിമോഹൻദാസ് ആണ്. എനിക്ക് എന്ത് ഹോട്ടല്? ഒരു ഹോട്ടലും ഇല്ല. അലിൻ ജോസ് പെരേര തന്നെ പറ്റി ആവശ്യമില്ലാത്ത കള്ളം പറയാറുണ്ട്. അലിൻ ജോസ് പെരേര പറഞ്ഞാൽ ഒരു വക്കറിനാണ്. അല്ല, അങ്ങനെ തമ്മിലേക്കാം. അലിൻ ജോസ് പെരേര വക്കറിനാണ്, സ്വാർത്ഥനാണ്, അസൂയക്കാരനാണ്. അവന് മനുഷ്യൻ പാവമാണ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ കളിക്കുകയാണ്. അത് ഞാനല്ല പറയേണ്ടത്. പക്ഷെ ഒരു പെരയുടെ ഓർമ്മയുണ്ട്. പെരയുടെ -170 ആണ്. തന്റെയോ? താനും കോപ്പി അടിക്കരുത്. എന്താ ചോദ്യം? അവന്റെ ചോദ്യം ചോദിക്കാം. താൻ ഉണ്ടാക്കി അവിടെ ആ ലൈവിൽ വന്ന ചോദ്യം പറയാം. എനിക്ക് ആരോടും ക്രഷില്ല. ക്രഷ് തോന്നി മതിയായി. എനിക്ക് ഒരാളോട് ക്രഷ് ഉണ്ട്. പക്ഷെ ഞാൻ പറയില്ല. ആരും പറയില്ല. എനിക്ക് ക്രഷ് ഉണ്ട്. പക്ഷെ ഞാൻ പറയില്ല. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? അയാൾക്ക് കമന്റ്സ് മൊത്തം വരുന്നില്ല. ഇത് സെലക്ട് ചെയ്ത് ഓൾ ഇത് കൊടുക്കും. ഞാൻ അങ്ങനത്തെ ആളൊന്നും. എങ്ങനത്തെ? ഐ എം നോട്ട് കുണ്ടൻ. മുണ്ടൻ. അടുത്ത ചോദ്യം എന്താണ്? നല്ല ചോദ്യമാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. അല്ല, എന്റെ വീട്ടിലെ 73 വയസ്സുള്ള അമ്മയുണ്ട്. അല്ലെങ്കിൽ 73 വയസ്സുള്ള അമ്മയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പലതും പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ ജയിലിൽ പോയ പോലെ ഞാനും പോയാണ്. രാഹുൽ ഈശ്വർ ജയിലിൽ പോയില്ല. അതായത് എനിക്ക് തമാശയല്ല, സീരിയസ് ആണ്. അതെ, രാഹുൽ ഈശ്വർ ജയിലിൽ പോയിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ ഞാൻ ബോജെ ഫാൻ അല്ല. ബോജയ്ക്ക് ഉള്ളത് ഹൈപ്പർ സെക്സ്വാലിറ്റി. പറയാൻ സാധനം ബോജയ്ക്ക് ഹൈപ്പർ സെക്സ്വാലിറ്റി ആണ്. അപ്പോൾ അയാൾക്ക് പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട, ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട, ഹോർമോണൽ ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഏത് ഹോർമോണാണ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോൺ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലല്ലേ ചെയ്യത്തുള്ളൂ? അത് ഡോക്ടേഴ്സിന് അറിയാം. അയാൾക്ക് വേണ്ടത് അയാൾക്ക് ഞാൻ ഒരു എഞ്ചിനീയർ, ഞാൻ ഡോക്ടറല്ല. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ ഇത് മന്ത് മുതലേ ഉണ്ട് ഈ ഫംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ ചർച്ചകളിൽ മന്ത് മുതലേ കൊണ്ടുവരുന്നതാണ്. മിനിമം ഐക്യു എക്സ്റ്റർ ആയിട്ട് മിനിമം ഐക്യു തന്നെ കേട്ടാൻ പാടുള്ളൂ. ഇത് മിഥുനത്തിലെ ഇന്നസെന്റ് പോലെ ഉണ്ട്. അണ്ണനും ബോളിവുഡിൽ പോയി റിവ്യൂ ഹിന്ദി അറിയാവോ? ഹോളിവുഡ് റിവ്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്നോ? അത് എവിടെ പോയി കാണും ആ സിനിമയൊക്കെ? ഞാൻ ക്രിസ്റ്റഫർ നോളന്റെ ഒരു ഫാനാണ്. ഓ, ആ ക്രിസ്റ്റഫർ നോളന്റെ പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇൻഡസ്ട്രിയൽ അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇൻസെപ്ഷൻ ആണ്. ഇൻഡസ്ട്രിയൽ കണ്ടായിരുന്നോ? ഞാൻ സയൻസ് മൂവീസ് കാണില്ല. കാരണം ഞാൻ ഇൻസെപ്ഷൻ കണ്ടതിനാ? ഞാൻ ഇൻഡസ്ട്രിയൽ കണ്ടില്ല പറഞ്ഞ ഉദ്ദേശിച്ചതാ. ഇൻഡസ്ട്രിയൽ ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇൻഡസ്ട്രിയലിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഇൻസെപ്ഷൻ ആണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അല്ല, ഇൻസെപ്ഷനെ പറ്റി പറയാം. ഇൻസെപ്ഷൻ പറഞ്ഞാൽ ഒരു ഡ്രീമിനുള്ളിൽ വേറൊരു ഡ്രീം, ആ ഡ്രീമിനുള്ളിൽ വേറൊരു ഡ്രീം, അങ്ങനെ പോകുന്ന സംഭവമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവിയാണ്. കോംപ്ലിക്കേറ്റഡ് അല്ല. മറ്റൊരു ഡ്രീമോ? കോംപ്ലിക്കേറ്റ്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. അത് എന്താണ്? നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. എങ്ങനെ ഇഷ്ടപ്പെട്ടു? എന്താ പറഞ്ഞത്? ലാഗ് ഉണ്ടാകുന്നോ?
ലാഗ് അല്ല. ഹലോ ഞാൻ ഇൻസെപ്ഷനെ കുറിച്ച് ഞാൻ ലാഗിനെ കുറിച്ച് പറയാൻ ഇൻസെപ്ഷനെ കുറിച്ച് അറിയാൻ കൊതിയാവുന്നു. ലാഗ് ഉണ്ടാവുമെന്ന് ചോദിക്കുക Lag ഉണ്ടാവുന്ന പറയണ Inception കേൾക്കും. ഒന്നാ പറയാൻ സമ്മതിക്കുമോ? ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. ലിയോണാർഡോ കാപ്രിയോയുടെ ആക്ടിങ് നല്ലതാണ്. കാപ്രിയോ ഒരു മെത്തേഡ് ആക്ടറാണ്. ആ ഹോളിവുഡിലെ എല്ലാ നടന്മാരും മെത്തേഡ് ആക്ടേഴ്സ് ആണ്. മെത്തേഡ് ആക്ടിങ് ഓൺ ആക്ടറായിട്ട് ഒരാളേ ഉള്ളൂ. ബോൺ ആക്ടർ അല്ല, നാച്ചുറൽ ആക്ടിങ്. അതൊരാളേ ഉള്ളൂ. അത് ലാലേട്ട മാത്രമല്ല, ലാലേട്ട നാച്ചുറലും പറ്റും മെത്തേഡും പറ്റും. ഓ അതൊരാളേ ഉള്ളൂ. അത് വളരെ ഉള്ളൂ. ഒരാളേ ഒരാളേ ഉള്ളൂ. മറ്റേ ഉർവശി മാഡം നാച്ചുറൽ ആക്ടിങ് ആണ്. മാഡോ? ആക്ടിങ് നടത്തിയത് ഏത് പടത്തിലാണ്? ഈ മോഹൻലാൽ മെത്തേഡ് ആക്ടിങ് വാനപ്രസ്ഥം വാണപ്രസ്ഥം, ഒത്തിരിയായിരുന്നു. വാനപ്രശ്നം. പിന്നെ ഭരതം ഭാരതം. ഇല്ലല്ല, മെത്തേഡ് ആക്ടിങ് ചെയ്ത മനസ്സിലായില്ല. വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാമോ? ഈ ആർട്ട് ഫിലിംസ് ചെയ്യുമ്പോ മെത്തേഡ് ആക്ടിങ് ആണ്. ആർട്ട് ഫിലിംസോ? പുള്ളി ഉദ്ദേശിച്ചത് ആർട്ട് ഫിലിംസ് ചെയ്യുന്ന മെത്തേഡ് ആക്ടിങ് ആണ്. ഇപ്പൊ അംബേദ്കർ ചെയ്യുന്ന മെത്തേഡ് ആക്ടിങ് ആണ്. പക്ഷെ കൊമേഴ്സ്യൽ പടം ചെയ്യണമെങ്കിൽ നാച്ചുറൽ ആക്ടിങ് വേണ്ടത്. കൊമേഴ്ഷ്യൽ മമ്മൂട്ടിക്ക് മെത്തേഡ് ആക്ടിങ് അതായിരിക്കും. മറ്റേതൊക്കെ നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടോ? ശ്രീനിവാസനെ കുറിച്ച് ചോദ്യം. മെത്തേഡ് ആക്ടറാണോ? ധ്യാൻ ഒരു ആക്ടറേ അല്ല. പിന്നെ കറക്റ്റ് ആട്ടോ. പെരേര ജീവിതത്തിൽ ഉഗ്രൻ ആക്ടർ അല്ലാണ്. പെരേര എനിക്കറിയില്ല. ആക്ടർ അറിയത്തില്ല. നാച്ചുറൽ ആക്ടറാണ്. അണ്ണൻ രണ്ടും പോവാണ്. അണ്ണന് മൂന്നാമത്തൊരു സാധനം കൂടെ വരുന്നുണ്ട് പുതിയത്. അണ്ണന്റെ മാത്രം എന്ന് പറയത്തില്ല. ആക്ടിങ് അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. മമ്മൂട്ടി ഈ മെത്തേഡ് ആക്ടിങ് ആണ്. ആർട്ട് ഫിലിംസ് ചെയ്യാൻ എടുക്കുന്നതാണ്. പക്ഷെ പുള്ളിക്ക് കോമേഴ്സ് ഫിലിംസ് പറ്റില്ല. ഇപ്പൊ കിലുക്കം അല്ലെങ്കിൽ സ്പടികൾ ചെയ്യണമെങ്കിൽ നാച്ചുറൽ ആക്ടിങ് ആണ്. പക്ഷെ ലാലേട്ടന് രണ്ടും ഉണ്ട്. ഇപ്പൊ ആർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ പുള്ളി വാനപ്രസ്ഥം അല്ലെങ്കിൽ 20 ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിങ്ങും കിലുക്ക് അല്ലെങ്കിൽ സ്പടികം ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിങ്, ഇത് രണ്ടും ലാലുണ്ട്. അയാൾക്ക് മമ്മൂട്ടി സത്യത്തിക്കാട് പടം ചെയ്യുമ്പോൾ സത്യത്തിക്കാട് മമ്മൂട്ടി വിളിക്കാത്ത എന്താ കാരണം അയാൾക്ക് മെത്തേഡ് ആക്ടിങ്ങേ പറ്റുള്ളൂ. ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ ഡ്രസ്സ് ഇടണോ, അത് ഇടണോ, മറ്റേത് ഇടണോ. കാരണം അയാൾക്ക് മെത്തേഡ് ആക്ടറാണ്. മെത്തേഡ് ആക്ടിങ് കമലാസ് മെത്തേഡ് ആക്ടർ. കമലാസ് മെത്തേഡ് ആക്ടറാണ്. മറ്റേ ഫാസ്റ്റ് മെത്തേഡ് ആക്ടറാണ്. ഹോളിവുഡിൽ മിക്ക നടന്മാർ മെത്തേഡ് ആക്ടറാണ്. ഒറ്റ സംശയം. ഈ ഹോളിവുഡ് നടന്മാർ മെത്തേഡ് ആക്ടിങ് മിക്കവരും ഒരു നടന്റെ എല്ലാം മെത്തേഡ് ആക്ടിങ്. ലിയാനോ കാപ്രിയോ എല്ലാവരും. പിന്നെ ഉണ്ടല്ലോ ജാക്കി ചാൻ മർലൻ ബ്രാൻഡ്, ജാക്കി ചാൻ പറയണക്ക് വിൽ സ്മിത്ത്, പറയണക്ക് ഒന്ന് വിടാണോ? വിൽ സ്മിത്ത് ഈ ഒരു ആക്ടറിന് മെത്തേഡ് ആക്ടർ ആയിരിക്കുന്നതാണോ നല്ലത്, അതൊരു നാച്ചുറൽ ആക്ടർ ആയിരിക്കുന്നതാണോ നല്ലത്? ഏതാണ് ബെറ്റർ പറയാൻ പറ്റില്ല. ആരും മിടുക്കൻ നാച്ചുറലാണ്. കാരണം മെത്തേഡ് ആർക്കും പറ്റും. മെത്തേഡ് ഏത് പൊട്ടനും പറ്റും. മെത്തേഡ് ഏത് പൊട്ടനും പറ്റും. പറയുന്നത് കേൾക്കണോ? നാച്ചുറൽ ആക്റ്റീവ് ഞാൻ പറയുക. നാച്ചുറൽ ആക്റ്റീവ് ആണ്. ബോൺ ടാലന്റ് ആണ്. ഒരു സ്പോണ്ടേനിയസ് ആണ്. അത് എല്ലാവർക്കും പറ്റില്ല. ഞാൻ പറയട്ടോ, ഒന്ന് പറയട്ടോ, പറയണ്ടേ? അതല്ല തനിക്കറിയില്ല. നാച്ചുറൽ ആക്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആക്ടിങ് ആണ്. അത് ജന്മനാ കിട്ടണം. ഒരു ഗിഫ്റ്റാണ്. ഇൻസെപ്ഷനകത്ത് ഇപ്പൊ മെത്തേഡ് ആക്ടിങ് ആണ്. ഞാൻ പറയുന്നത് കേക്ക് മുഴുവൻ പറഞ്ഞു കേട്ടെ. പക്ഷെ മെത്തേഡ് ആക്ടിങ് പറഞ്ഞാൽ ആർക്കും ഡെവലപ്പ് ചെയ്യാം. മെത്തേഡ് ആക്ടിങ് ഏതാളും പരിശ്രമിച്ചു. മമ്മൂട്ടി പറയുന്നത് കേൾക്കണോ? പ്രശ്നം ഉണ്ടാക്കാതെ അണ്ണൻ പറയുന്ന കേൾക്കാൻ മേലെ. മമ്മൂട്ടി പറഞ്ഞിട്ട് ഞാൻ തേച്ച് പിടിക്കുക എന്ന് പറഞ്ഞതാണ്. എനിക്ക് നാച്ചുറലായിട്ട് ടാലന്റ് ഇല്ല മമ്മൂട്ടി. അത് മെത്തേഡ് ആക്ടിങ് ആണ്. മെത്തേഡ് ആക്ടിങ് ആർക്കും ചെയ്യാൻ പറ്റും. അത് റിസർച്ച് ചെയ്ത ശരിക്കും പറഞ്ഞാൽ ആക്ടിങ് പറഞ്ഞാൽ പഠിച്ചിട്ടാക്കേണ്ട കാര്യമല്ല, റിസർച്ച് ചെയ്യേണ്ട കാര്യമല്ല. അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ പറയട്ടെ എന്നാ, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒന്നും പറഞ്ഞില്ലല്ലോ. ആക്ടിങ് ഒന്നും പഠിച്ചിട്ടാക്കാൻ പറ്റില്ല. പഠിച്ചിട്ടാണ് കാര്യമല്ല ആക്ടിങ്. എളുപ്പമാണ്. കുറച്ച് എഫേർട്ട് എടുത്താൽ മതി.
ഞാൻ രണ്ടും ചെയ്യല്ലോ പറയാൻ കേൾക്കണോ ഭൂരിഭാഗം ഞാൻ പറയട്ടോ ഭൂരിഭാഗം നടന്മാരും ഇല്ല ഭൂരിഭാഗം നടന്മാരും പറയാൻ കേൾക്കാം ഭൂരിഭാഗം നടന്മാരും മെത്തേഡ് ആക്ടേഴ്സ് ആണ് അറിയോ 98% ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സ് ആണ് ദിലീപ് മെത്തേഡ് ആക്ടറാണ് പൃഥ്വിരാജ് പറ്റില്ല ഞാൻ പറഞ്ഞേക്ക് ഒറ്റ കാര്യം മെത്തേഡ് ആക്ടിങ് ആണ് എളുപ്പമാണെന്ന് പറഞ്ഞു ആർക്ക് പറ്റും ഓക്കെ ഒരാൾക്ക് നല്ലതായിട്ട് ചാടാൻ അയാൾക്ക് അല്ലെങ്കിൽ വേണ്ട അക്രോബാറ്റിക് ആണ് പുള്ളിക്ക് പല ഫ്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് ബോണാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല അതായത് ഹാങ് ഓവർ ഇല്ലാത്ത സ്പോണ്ടേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാതെ അഭിനയിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച ആക്ടിങ്. അത് എല്ലാവർക്കും പറ്റില്ല. ഹാങ് ഓവർ ഇല്ലാത്ത അല്ല അത് സംസാരിക്കാൻ ഞാൻ പറയുക മോഹൻലാല് കോമഡി ആണെങ്കിൽ ഒരു സെന്റിമെന്റ് സീനായി ആ സെന്റിമെന്റ് സീൻ ചെയ്യുന്ന മുമ്പ് വരാൻ തമാശ റോട്ടിക്കും ആ സെന്റിമെന്റ് സീൻ കഴിഞ്ഞിട്ട് നേരെ കോമഡി ആ തമാശക്ക് വരും. വെളിവില്ലേ ആർക്കും പറ്റില്ല. അത് വെളിവില്ലാത്തവര് ചെയ്യുന്ന പണിയല്ലേ. പറ്റില്ല അങ്ങനെ വേറെ ആർക്കും പറ്റില്ല. ബാക്കി എല്ലാവർക്കും ഹാങ് ഓവർ ഉണ്ടാവും. മോഹൻലാലിന് 6ാം ക്ലാസ് മുതൽ മോഹൻലാൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. 6ാം ക്ലാസ് മുതൽ മോഹൻലാൽ പക്ഷെ ജനിച്ചപ്പോഴാ തുടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. ഇതല്ല ചുമ്മാ ആൽബർട്ട് ഐൻസ്റ്റീൻ ബോൺ സയന്റിസ്റ്റ് ആണ് അറിയോ ജന്മന. ഞാൻ ചോദിച്ചത് നരേന്ദ്രമോദി ബോൺ പ്രൈം മിനിസ്റ്റർ ആണോ? കരുണാകരൻ ബോൺ പൊളിറ്റീഷ്യൻ അറിയോ? കെ കരുണാകരൻ ബോൺ പൊളിറ്റീഷ്യൻ ആണ്. മെത്തേഡ് പൊളിറ്റീഷ്യൻ? എല്ലാവർക്കും ജന്മന ഓരോ കഴിവുണ്ട്, അത് തിരിച്ചറിയുന്നില്ല. മെത്തേഡ് പൊളിറ്റീഷ്യൻ ആരാ? പിണറായി വിജയൻ മെത്തേഡ് പ്രയാസമല്ല, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് അക്വറിയനാണ്. പക്ഷെ അത് അപ്രിഷിയേറ്റ് ചെയ്യും മമ്മൂട്ടിയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. മോഹൻലാലെ കാട്ടി അപ്രിഷിയേറ്റ് മമ്മൂട്ടി. മമ്മൂട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞേക്കാം ടെസ്ല ഒരു ജീനിയസ് ആണ്, എഡിസൺ ജീനിയസ് അല്ല അറിയോ? എഡിസൺ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്ക് ആർക്കും ചെയ്യാം. ജീനിയസ് ആണെങ്കിൽ പക്ഷെ ഹാർഡ് വർക്കിംഗ് പറഞ്ഞാൽ ആർക്കും ചെയ്യാം. ഹാർഡ് വർക്ക് ടെസ്ല ഒരിക്കലും ഞാൻ പറഞ്ഞോ ടെസ്റ്റിലേക്ക് വിടാൻ പറ്റില്ല അറിയോ? എഡിസൺ സ്വപ്നം കണ്ടോണ്ട് എഡിസൺ ടെസ്റ്റിലേക്ക് പണി വെച്ചാണ്. പ്രതിഭകൾക്ക് അസൂയയില്ല അറിയോ? മോഹൻലാൽ പ്രതിഭയാണ്, മമ്മൂട്ടി പ്രതിഭയല്ല. മമ്മൂട്ടിക്ക് മോഹൻലാൽ അസൂയാണ്, മോഹൻലാൽ പ്രതിഭയാണ്. ജോണി സിൻസ് ഞാൻ പറഞ്ഞേക്കാം ബോൺ ആക്ടർ ആണോ? ഇത് ഈ രണ്ട് അത് ആക്ടിങ് കേട്ടോ. 98% ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സ് ആണ്. സിനിമ മലയാള സിനിമ ഈ മെത്തേഡ് സിംഗറും നാച്ചുറൽ സിംഗറും ഉണ്ടോ? ഞാൻ ആക്ടിങ് വെച്ചാൽ പറയണം. ആക്ടിങ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടാകുന്ന കാര്യമല്ല, അല്ല റിസർച്ച് ചെയ്തിട്ടാകുന്ന കാര്യമല്ല. മിണ്ടായിരിക്കാം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി റിസർച്ച് ചെയ്യാം, റിസർച്ച് ചെയ്ത കാര്യമല്ല. അതല്ല കാര്യം. ഞാനാണ് ഭഗവത്ഗീതയുടെ കുഴപ്പമാണ്. ഭഗവത്ഗീതയുടെ കുഴപ്പമാണ്. നിങ്ങൾ ഇന്റൻഷൻ നോക്കണം, മെത്തേഡ് നോക്കണം, റിസൾട്ട് നോക്കണം. റിസൾട്ട് മാത്രമല്ല, റിസൾട്ട് മാത്രം നോക്കുകയാണെങ്കിൽ റിസൾട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അമീർ ഖാൻ 200 ടേക്ക് എടുത്തിട്ടാണ് ഒരു ടേക്ക് ഉണ്ടാക്കണം. അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പെർഫെക്ഷൻ ഉള്ള മെത്തേഡ് ആക്ടിങ്. ഏത് പൊട്ടൻ ചെയ്യാൻ പറ്റും? 1 2 ടേക്കിൽ എടുക്കണം, അതാണ് കഴിവ്. നിങ്ങൾ പറഞ്ഞ ലോക
അമേരിക്കൻ 200 ടേക്ക് എടുക്കണം. അമേരിക്കൻ 200,000 ടേക്ക് എടുക്കട്ടെ. പൊട്ടനാണ്. പൊട്ടനായിട്ടൊന്നുമല്ല. ഒരു ടേക്കിൽ തീർക്കണം. ഒരു ടേക്കിൽ തീർക്കണം. ഒരു ടേക്കിന് അങ്ങനെ ഒരു സാധനം ഞാൻ ആക്ടറല്ല. മോഹൻലാൽ ഒന്നോ രണ്ടോ ടേക്ക് അതെ ആക്ടറാണ് തെളിയിച്ചു. മോഹൻലാൽ ബോൺ ഡയറക്ടറാണോ? അല്ല, മോഹൻലാൽ ഡാറ്റ അറിയില്ല. മോഹൻലാൽ ഡാറ്റ അറിയില്ല. അത് കറക്റ്റാ കേട്ടോ. പറയുന്നത് കേൾക്കാം. കഴിവെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മെത്തേഡ് നിങ്ങളെന്താ കാണിക്കും? പേരേരെ കൊണ്ടൊരു മെത്തേഡ് ആക്ടിങ് കാണിക്കാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കറിയില്ല. അറിയോ? കമലഹാസൻ കണ്ട ഹോളിവുഡ് സിനിമ റീമേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കമലഹാസൻ ഒന്നുമല്ല. ആക്ടിങ്ങിൽ കമലഹാസൻ മോഹൻലാലിന്റെ ഫാൻ അറിയോ? ആക്ടിങ്ങിൽ മോഹൻലാൽ തന്നെയാണ് ആദ്യം. മോഹൻലാലിന് ഞാൻ മെത്തേഡ് ആക്ടിങ് പറഞ്ഞാൽ മെത്തേഡ് ആക്ടിങ് ആർക്കും വേണ്ടി ഡെവലപ്പ്. മമ്മൂട്ടി ഡെവലപ്പ് ചെയ്തില്ലേ? മമ്മൂട്ടി പറഞ്ഞു എനിക്ക് നാച്ചുറലായിട്ട് ടാലന്റ് ഇല്ല, ഞാൻ തേച്ച് പിടിക്ക് വന്ന ആളാണ്. മമ്മൂട്ടിക്ക് പണ്ട് കോമഡി പറ്റില്ല, ഇപ്പൊ കോമഡി പറ്റും. അപ്പൊ തേച്ച് പിന്നിക്ക് പിന്നെ എടാ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം അയാൾ എഫേർട്ട് എടുത്തു. മോഹൻലാൽ ആ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നേച്ചർ പറഞ്ഞു തീർക്കട്ടെ. നേച്ചർ നർച്ചർ എന്ന് പറയും. നേച്ചർ പറഞ്ഞ ബോണായിട്ട് കിട്ടുന്ന ചുമ്മാ എനിക്ക് എന്ത് ഇടയിൽ സംസാരിക്കുന്നേ? കാര്യം ശരിയാ, കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ റിവ്യൂ. പക്ഷെ നിങ്ങൾ ലോക പൊട്ടനാ. എനിക്ക് എന്താണ് നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്തുകൊണ്ട് അറിയണം? നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്തുകൊണ്ട് അറിയണം? പൊട്ടൻ പറ്റും. ചേട്ടൻ മെത്തേഡായിട്ട് കാണിക്കും. ഞാൻ പറഞ്ഞു മെത്തേഡ് ആക്ടിങ് എന്ന് പറയുമ്പോ നമ്മൾ പറയുന്ന ആദ്യം മനസ്സിലാക്ക്. മെത്തേഡ് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളല്ലാതെ മാറുക. ബോഡി ലാംഗ്വേജിന് മാറ്റമുണ്ട്, നമ്മളെ ഡയലോഗ് ഡെലിവറിക്ക് മാറ്റമുണ്ട്. അതെല്ലാരും ചെയ്താൽ ഒന്നും വിജയിക്കണമെന്നൊന്നുമില്ല. ഇവിടെ പല ആൾക്കാരും ഹോളിവുഡിൽ മിക്ക നടന്മാരാണ്. അണ്ണനും കൊള്ളാം, മാനേജറും കൊള്ളാം. പ്രിപ്പറേഷൻ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, മമ്മൂട്ടി പോലും അഭിനയിക്കുന്ന മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, മെന്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ അതില്ല. അതിന്റെ അറിയാനുണ്ട്. കേൾക്കാം. നിങ്ങൾ പറഞ്ഞു ലാലേട്ടനൊക്കെ ഭയങ്കര നടനാണ്. ഞാനൊരു കാര്യം പറയാം, ഇടയ്ക്കേറി സംസാരിക്കരുത്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ലാലേട്ടനൊക്കെ സമ്മതിച്ചു, അവരൊക്കെ ലെജൻഡാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ പലരും ഈ നമ്മളെ ദൃശ്യമൊക്കെ എടുത്ത് കമലഹാസൻ റീമേക്ക് ചെയ്തപ്പോഴത്തേക്ക് പറയുന്ന അതിക്കേക്ക് ഇവിടെ പല പടങ്ങളും മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്ത് തമിഴന്മാര് കൊളവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ കമലഹാസൻ ചെയ്ത ഏതെങ്കിലും സിനിമ ഇവിടെ ഏതെങ്കിലും നാടൻ ചെയ്യുവോ? ചെയ്ത് കാണിക്കുവോ? അതിന്റെ അപ്പുറം ചെയ്ത് ധൈര്യം ആർക്കൂടെ ധൈര്യം പോലത്തെ ഒരു സിനിമ ചെയ്യോ? മലയാളത്തിൽ ഏതെങ്കിലും നടൻ ചെയ്യോ? ഞാൻ സമ്മതിക്കില്ല. ദൃശ്യം മൂവി, മോളാച്ചിന് മൂവി പാവനാശം ചെയ്ത് കൊളാക്കി. അത്രേ ഉള്ളൂ. മാനേജർ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? കമലാശൻ ഞാൻ പറയുന്നു ഇവിടെ വാണോ? ഇവിടെ ഇരി. അയ്യ അങ്ങനെ പോയാ അങ്ങനെ ശരിയാവുന്നേ. എന്നാ ഇവിടെ ഇരി. ഇവിടെ വാ. ഇവിടെ ഇരി. ഇവിടെ വന്നിരി. അവിടെ കേക്കത്തില്ലെന്ന് മൈക്ക് ഇവിടെ വന്ന് കേക്കണ്ടേ? ഇവിടെ വരാൻ പറ. ഇവിടെ വരാൻ പറ. ഒരു കാര്യം ഓ പിണങ്ങി അപ്പോഴത്തേന് ഇവിടെ വന്നിരി. അതൊക്കെ സംബന്ധിച്ചു നീ അവിടെ മിണ്ടായി. ആള് വരട്ടെ. ഇങ്ങോട്ടോ അത് തന്നെ. താൻ എന്തോ പറയുന്നേ? അണ്ണൻ പറയട്ടെ. അണ്ണമ്മ സന്തോഷമാ. ഇവിടെ എടാ അവിടെ നിന്ന് പറഞ്ഞാ കേക്കത്തില്ലെന്ന് മൈക്ക് ഇവിടാന്ന്. എടാ അവിടെ കേക്കത്തില്ലെന്ന് മൈക്ക് ഇവിടാന്ന്. ഇങ്ങോട്ട് വാ. പിന്നെ ആരോടാ താൻ ഈ പറയുന്നത്? താൻ ഇങ്ങോട്ട് ഇവിടെ ഇരി.
മൈരനെ എന്താ ചെയ്യണ്ട ഇവിടെ വന്നിരി സംസാരിക്കാതെ പൊക്കലാണ് ആൾക്കാർ അന്ന അത്രക്കൊന്നും എനിക്കില്ല. കമലഹാസൻ ബോൺ കലാകാരനാണ്, പക്ഷെ ബോൺ ആക്ടർ മോഡലാണ്. ശരി, ഒറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. പുള്ളി പറഞ്ഞു ഇടയ്ക്ക് കയറില്ല, പുള്ളി പറഞ്ഞു ലാലേട്ടന്റെ ദൃശ്യം എടുത്തിട്ട് മോഹൻലാൽ കൊളമാക്കിയെന്ന് പറഞ്ഞു. എന്തായിരുന്നു കമലഹാസൻ കൊളമാക്കി, പാവനാശം കൊളമാക്കി പറഞ്ഞു. ക്ഷമിക്കുക. അപ്പം കമലഹാസൻ ചെയ്ത ഏതെങ്കിലും ഒരു സാധനം ഇവിടെ ഏതെങ്കിലും നടന്മാർ ചെയ്തു മലയാളത്തിൽ ഐ പോലത്തെ സിനിമ ഞാൻ സമ്മതിക്കുന്നില്ല. കമലഹാസൻ കാമപ്രാന്തനാണ്, അതറിയോ? കമലഹാസൻ കാമപ്രാന്തനാണ്. നായിക കോപ്പടി അറിയോ? എല്ലാ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. നീ മിണ്ടായിരിക്കും, അണ്ണൻ പറഞ്ഞിട്ട് ഇവിടെ മിണ്ടല്ലേ ഇങ്ങനെ വന്നിട്ടോ. അതല്ലടാ, ഇയാൾ ഇവിടെ വന്നില്ലേ ഒന്നും കേക്കത്തില്ലെന്ന്, കേക്കത്തില്ലെന്ന്. ഇവിടെ വന്നില്ലേ ഒന്നും കേക്കത്തില്ല, ഇവിടെ വന്ന് കേക്കത്തില്ല, ഇവിടെ വന്ന് കേക്കത്തില്ല. ഇവിടെ വന്നിരിക്കാൻ. ഓ ഇവിടെ കേക്കത്തില്ലെന്ന്. അതല്ല അണ്ണൻ വരട്ടെ, ഇനി നീ മിണ്ടല്ലേ. അണ്ണ ഇവിടെ വന്നിരിക്കട്ടെ. അല്ലല്ല ഇവിടെ വന്നിരിക്കട്ടെ. അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല, കേക്കത്തില്ല. ഐൻസ്റ്റീൻ ആണോ ഓപ്പൺ ഹൈമർ ആണോ ആറ്റമിക് എനർജിയിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഇവിടെ വാ. ഓ ഇയാടെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത ഐൻസ്റ്റൈൻ ആണ്, പക്ഷെ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത ഓപ്പൺഹൈമറാണ്. അപ്പൊ ഐൻസ്റ്റൈൻ തിയറി ഫിസിസ്റ്റ് ആണ്, അയാൾ മാത്തമാറ്റിക്കലി അയാളാണ് ഈക്വൽ എംസിസ്കോ ഡെവലപ്പ് ചെയ്തതാണ് തിയറിറ്റിക്കലി, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കിയത് ഓപ്പണറാണ്. നീ മിണ്ടായിരുന്നേ. യു ആർ ഗെറ്റിംഗ് ഇമോഷണൽ, യു ആർ നോട്ട് ലോജിക്കൽ. ഞാൻ പറ്റേ ഇന്ത്യനോ അയ്യോ ഞാൻ പറയുന്നത് കേൾക്കാം, പറയുന്നത് കേൾക്കാൻ. ഇന്ത്യനോ അയ്യോ ചെയ്ത് ആരും ചെയ്തിട്ടില്ല, വേറെ ചെയ്തില്ല. പക്ഷെ ഇവിടെ ദൃശ്യം ചെയ്ത് കൊളാക്കി വെച്ചിരിക്കുകയാണോ കമലഹാസൻ? വിജയ് മോളെ ചെയ്തു നോക്കട്ടെ, വിജയ് മോളെ പറ്റില്ല പറയും, മമ്മൂട്ടിക്ക് പറ്റില്ല പറയും, ചെയ്തു നോക്കട്ടെ. മമ്മൂട്ടിക്ക് എത്ര റോൾ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. മോളെ ചെയ്താ 20 മമ്മൂട്ടിക്ക് വന്നാ ചെയ്തില്ല, കമ്പനി ചെയ്തില്ല. എത്ര പടങ്ങൾ മമ്മൂട്ടിയാണ് 20 മോഹൻലാൽ വരത്തില്ല, മമ്മൂട്ടിക്ക് വരത്തില്ല. മമ്മൂട്ടിക്ക് ഒരു ഉണ്ടേ പറ്റില്ല, വരത്തില്ല. മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻ നടന്നാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടോ? മോഹൻലാലിനുണ്ട്. മോഹൻലാൽ ലിമിറ്റേഷൻ ഇല്ല. നിങ്ങൾ പറഞ്ഞ രണ്ട് എനിക്ക് തന്നൊന്നും വേണ്ട, അംഗീകാരം വേണ്ട. താൻ പൊട്ടനാണ്. നിങ്ങളാ താനെ പൊട്ടൻ, താൻ ലോജിക്കില്ല. ഇവിടെ വേണോ? താൻ അവിടെ പോകുന്നത് എന്ത്? അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഇവിടെ വന്നിരി. അതിനെന്താ അവിടെ ലോജിക്കില്ല? താൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഇയാൾക്ക് ലോജിക്കില്ല, താൻ അവിടെ പോകുന്നേ. ഇയാൾ പറയുന്നത് മാത്രം ഇതാണ് കമലഹാസന്റെ കുഴപ്പം. കമലഹാസനോട് പെണ്ണുങ്ങൾ ഇരിക്കാത്ത എന്താ കാരണം? ഈഗോ, ഭയങ്കര ഈഗോ ആണ്. ഈഗോ തന്നെയാണ് ഈഗോ ആണ്. ഈഗോ ഉണ്ട്, താൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എനിക്ക് ഇത് റബ്ബിഷ് തുടങ്ങുന്ന സമയമില്ല, ഇങ്ങനത്തെ റബ്ബിഷ് തുടങ്ങുന്ന സമയമില്ല. പൊട്ടത്രാണ്. ഒരു മിനിറ്റ്, അവിടെ ചോദ്യം, ക്വസ്റ്റ്യൻ. അല്ല, താൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ താൻ ഇന്നലെ അംഗീകരിച്ചില്ല. മോഹൻലാൽ മെത്തേഡ് നാച്ചുറൽ രണ്ടും ചെയ്യും. ഞാൻ അംഗീകരിക്കുന്നത്. ഞാൻ ഇത്രേ ചോദിച്ചോളൂ. മെത്തേഡ് ആക്ടിങ്ങിന് എഫേർട്ട് വേണം. എന്താ ചോദിച്ചേ?
കായകളെ കുറിച്ച് മോളം ചെയ്തല്ലോ, ഹിസ്റ്റോറിക്കൽ പറ്റി ചെയ്തല്ലോ, ഇത്തിക്കരെ പറ്റി ചെയ്തല്ലോ. അയ്യോ ഇപ്പം പറയട്ടോ ഒരു കുഴപ്പമില്ല. അതിൽ പെർഫോം ചെയ്ത മോളല്ല, ആ സിനിമയിൽ പെർഫോം ചെയ്ത മോളല്ല. ഇത്തിക്കരെ പറ്റി ചെയ്ത് പ്ലേറ്റ് മാറ്റി ആര് വെയിറ്റ് മാറ്റി? ഇപ്പം പറഞ്ഞിട്ടില്ല മെത്തേഡായിട്ട് എഫേർട്ട് വേണം. എഫേർട്ട് വേണം. എഫേർട്ട് ഹാർഡ് വർക്ക് ആർക്കും ചെയ്യാം, പക്ഷെ കണ്ടില്ലേ ഹാർഡ് വർക്ക് വ്യത്യാസമുണ്ട്. നോക്കാം, ബുദ്ധി അല്ലെ കഴിവ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ഹാർഡ് വർക്ക് ആർക്കും ചെയ്യാം. ഇവിടെ എഡിഷൻ കുറെ കഷ്ടപ്പെട്ടു, എഡിഷനെക്കാട്ട് വെള്ളിന്റെ ടെസ്റ്റിലാണ്. രണ്ട് കാര്യങ്ങളെ ഞാൻ സമ്മതിക്കത്തില്ല, രണ്ട് കാര്യങ്ങൾ കേൾക്കണ്ട. ഇയാളുടെ ഓപ്പൺ മൈൻഡ് ആണ്. അതല്ല ഇവിടെ ഇരി. ഞാൻ രണ്ട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞ മെത്തേഡാറ്റിങ് ഏത് അവിടെ പോയി നിന്നിട്ട് കാര്യം ഞാൻ സമ്മതിക്കത്തില്ല. ആറെണ്ണം പറയുന്നൊന്നും ആരും കേൾക്കത്തില്ല. ബ്രൈറ്റ് പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ അല്ലേ? ബ്രൈറ്റ് പറയുന്നത് എല്ലാം ശരിയായി പോകും. താൻ തോറ്റുപോയി. ആറെണ്ണം പരാജയപ്പെട്ടിരിക്കുകയാണ്. ആറെണ്ണം ഈ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി പരാജയം സ്വീകരിച്ചിരിക്കുകയാണ്. ആറെണ്ണം പറയുന്നൊന്നും ആരും ഓപ്പൺ മൈൻഡ് ഈസ് ഈക്വൽ ടു ആറാട്ടന്റെ സൈഡ് മാത്രം. മിക്ക സിനിമ റീമേക്കാണ്. കമലഹാസൻ ഒരു ഉണ്ടയല്ല. അല്ല അവിടെ ഒരു മിനിറ്റ്. കമലഹാസൻ ഒരു ഉണ്ടയല്ല. പറഞ്ഞോട് ഇങ്ങോട്ട് പറഞ്ഞോട്. ഇവിടെ ഇവിടെ അണ്ണൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ 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 ഞാൻ ഇത്ര ഒരു ചെറിയ ചോദ്യം ചോദിച്ചോളൂ, അതിനാ പുള്ളി ബഹളം. അത് എന്തിനാണ് ചെറിയൊരു ചോദ്യം. കമലഹാസൻ ചെയ്ത ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ഇവിടുത്തെ ആൾക്കാർ ചെയ്യട്ടെ. ഇവിടെ വാടേ ഇവിടെ വാടേ മനസ്സിലായോ? ഇവിടെ 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 ആ കാലിട്ട് ആട്ടുന്നുണ്ടോ? ഇവിടെ വന്നേ. സ്വരമുണ്ട്, കുറച്ച് ഇംഗ്ലീഷ് പോരാണ്. വേറെ ഉണ്ട ഒരു ഉണ്ട അല്ല ഇവിടെ ഇവിടെ എന്നിട്ടാ പുള്ളി നാഷണൽ അവാർഡ് വേണ്ടി ഒന്ന് പോരാ പറഞ്ഞ സദ്യത്തിൽ ഇവിടെ പറഞ്ഞോളൂ. ഈ നാഷണൽ തള്ളു ഇങ്ങനെ തള്ളു 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 ഇങ്ങോട്ട് തള്ളിവിടെ. ഇവിടെ വാടോ, ഇങ്ങോട്ട് വാ. പിന്നെ താനിപ്പോ എന്താ ചെയ്യാൻ? നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല, നിങ്ങൾക്ക് വാക്കുകളില്ല. ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചോളൂ. ഇവിടെ മലയാളികളെ കുറെ പടം എടുത്ത് അവിടുത്തെ വെളിയെടുത്ത് സംസ്ഥാനത്തിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. അവിടുത്തെ അന്യ പോലത്തെ ഒരു സാധനം ഇവിടെ അന്യ പോലത്തെ ഒരു സാധനം ചെയ്യുവോ ഏതെങ്കിലും നടന്മാരിവിടെ ആര് പറയും? കൊണ്ടുപോവാ അന്യ പോലത്തെ ഒരാൾ എന്നാ ഒരു കാര്യം ബ്രൈറ്റ് മാറി മാക്ക് ഇരിക്കും ഇനി കുറച്ചു നേരം. അപ്പൊ നിക്കടാ ബ്രൈറ്റ്, നീ അവിടെ മാക്ക് ഇരിക്കാൻ പോവാ. ഇനി ആറെണ്ണം വരണ്ടേ? ആറെണ്ണം ഇവിടെ മാക്ക് വന്നു. അത് കഴിഞ്ഞില്ലേ? എടാ അത് മറിക്ക്. അതെ മാക്ക് വന്നു. കയ്യെ പിടിച്ച് വലിക്ക്, കയ്യെ പിടിച്ച് വലി. വാ ഇങ്ങ വാ. ഇവിടെ വരണേ. ഒന്നും അറിയില്ല. ചുമ്മാ ഇരിടാ. അല്ലല്ല അതിരിക്കട്ടെ. എടാ നീ എന്താ മിണ്ടായിരുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ വരാൻ. ആറെണ്ണ ഇത് ആള് മാറി. ഇങ്ങോട്ട് നോക്കി. ചേട്ടാ ഇയാളൊരു മനുഷ്യനാണ്. ഇങ്ങോട്ട് നോക്കി. ഇത് ആരാ നോക്കി? നോക്കാൻ ആര്
ആര് അറ്റാക്ക് ചെയ്തു? അത് നീയാണ് ഉണ്ടായിരുന്ന വിളിച്ചേ വലിച്ചേ അവൻ അവിടെ തന്നെ നിൽക്കുന്നത്. ആറാട്ടണ്ണന് ഇവനുമായിട്ട് സംസാരിക്കും. ഇങ്ങോട്ട് എവിടെ ഇരി കഴിഞ്ഞു ടോപ്പിക്ക് വേറെ. അടുത്ത ചോദ്യം ചോദിക്കടാ ശാരണ. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചെന്ന് പറ. അണ്ണ 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 എടാ ഇവിടെ ഒരു ചോദ്യം വന്നു. ഒരു ചോദ്യം ഒരാള് പറഞ്ഞേക്കുന്ന ലോട്ടറി അടിക്കുന്ന പൈസ നാച്ചുറൽ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മെത്തേഡ്. മോഹൻലാൽ ലോട്ടറി അടിച്ചെന്നല്ല. ആണോ മോഹൻലാൽ ലോട്ടറി അടിച്ചെന്നോ? അങ്ങനെ ഒന്നല്ല. ഇവിടെ വാ ഇവിടെ വാ. അവിടെ അവിടെ അല്ല ഷാനോനെ അണ്ണനുണ്ടെങ്കിൽ നല്ല വൈബാണ്. ആണോ അന്ന് ഇവിടെ വന്നിരി. അണ്ണ ഇങ്ങോട്ടോ 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 ഇങ്ങോട്ടോ. അതാന്നേ അവിടെ പറഞ്ഞ എന്തെങ്കിലും കേക്കൂ. വെറുതെ ഇടുന്ന ഒച്ച ഉണ്ടാക്കാന്ന്. മുന്നേ കമലഹാസൻ ഫാൻ ആയിരുന്നു. ഇങ്ങോ ഇങ്ങോ ഇവിടെ വരാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. സംബന്ധിച്ച കാര്യമാണ് ഇതാ. കമലഹാസൻ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് മോഡലാണ്. കമലഹാസൻ കാര്യമാണ്. അല്ല കമലഹാസൻ അംഗീകരിച്ച കാര്യം പിന്നെ കമലഹാസൻ പറയണേ. കമലഹാസൻ പറഞ്ഞ ആള് പറഞ്ഞിട്ടുണ്ടോ ഒന്നേപ്പോൾ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സംസാരിക്കാൻ ചാൻസ് കൊടുക്കണ്ടേ? ഉന്നയിപ്പോഴും ഒരു ബന്ധം ചെയ്യുമ്പോ കമലഹാസൻ പറഞ്ഞാണ് എന്റെ ഒരു ആഗ്രഹമാണ് മോഹൻലാലിന്റെ ഒപ്പം അഭിനയിക്കണം. മോഹൻലാൽ കേരളം ഇന്ത്യ കണ്ട ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടറാണ്. മോഹൻലാൽ ആക്ടറിനെ ഞാൻ അഡ്മയർ ചെയ്യുന്നു. സതയമാണ് സിനിമ പുള്ളിയുടെ ഇതിനൊപ്പം വന്നപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് നാഷണൽ അവാർഡ് തരുന്നത് സതയത്തിന് കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും അയാൾ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന കമലഹാസൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് മോഹൻലാലാണ്. മോഹൻലാലിനെ കമലഹാസൻ ചെയ്യുന്ന ഇപ്പൊ കമലഹാസൻ സിനിമയുടെ എല്ലാ കാര്യവും അറിയാം, മോഹൻലാൽ അറിയില്ല. പക്ഷെ ആക്ടിങ്ങിൽ മോഹൻലാലാണ് ആദ്യം. അത് കമലഹാസൻ അല്ലല്ല ഞാൻ ചോദിച്ചോട്ടെ. അത് നിൽക്കി അല്ലല്ല അവിടെ ഈ കമലഹാസൻ എന്തിനാ മോഹൻലാലിനെ അപ്പൊ അംഗീകരിക്കുന്നത്? കമലഹാസൻ ആ ഒരു മനുഷ്യൻ കമലഹാസൻ ഇപ്പൊ ഫാസ്റ്റ് ഫാസ്റ്റിന് പ്രൊമോട്ട് ചെയ്തു, നെടുമ്പിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തു, നെടുമ്പിന് വേണ്ടി ഇന്ത്യയിൽ അഭിനയിപ്പിച്ചു, ഫാസ്റ്റ് ഫാസ്റ്റിനെ ഇപ്പൊ വിക്രത്തിൽ അഭിനയിപ്പിച്ചു. മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് അയാളുടെ നല്ല മനസ്സ്. മോഹൻലാലിനെ ഏത് പടത്തിൽ വെനസ്ഡേ റീമേക്കിൽ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അതായത് മോഹൻലാൽ വലിയ നടനാണ്, പക്ഷെ കമലഹാസൻ അഭിനയിപ്പിക്കും അല്ലേ? അതല്ല, കമലഹാസൻ പറയുന്ന ആള് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അയാൾ പുതിയ ഒരു ഉർവശി പ്രൊമോട്ട് ചെയ്തു. ഞാൻ ചോദിച്ചോട്ടെ, മോഹൻലാലിനെ ഇപ്പൊ ഇവിടെ ആരാ പറയുന്നത്? ഇപ്പൊ ഒരു പുതിയ പയ്യന്റെ പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ചെറുക്കൻ വന്നു, അവൻ അംഗീകരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മോഹൻലാലിനേക്കാൾ വലിയ ആൾക്കാരല്ലേ മോഹൻലാലിനെ അംഗീകരിച്ചെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ഉള്ളൂ. മോഹൻലാലിനൊക്കെ കൂടിയ ഒരാളാണെങ്കിൽ അല്ലേ കമലഹാസന് മോഹൻലാലിനെ അംഗീകരിച്ചെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ഉള്ളൂ. അല്ല ഇപ്പൊ ഇതാണ്ട് ആരാ ഈ ഇരിക്കുന്നവൻ അംഗീകരിച്ചു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എത്രയോ സിനിമകള് അപ്പൊ മോഹൻലാലിനേക്കാൾ നല്ല കമലഹാസനാ പറയുന്ന കേൾക്കാം. മോഹൻലാൽ അഭിനയിച്ച എത്രയോ സിനിമകള് പല ലാംഗ്വേജ് റീമേക്ക് ചെയ്തിട്ട് കൊളമായില്ല. അത് മോഹൻലാലിന്റെ പ്രശ്നമല്ല, അത് അവരുടെ കുഴപ്പമാണ്. മോഹൻലാലിന്റെ കുഴപ്പമല്ല, ഡയറക്ടറുടെ കുഴപ്പം. അഭിനയിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. അല്ല ഇപ്പൊ ഡയറക്ടറുടെ കുഴപ്പം. ഞാൻ പറ്റേ ഇവിടെ ആപ്പിൾ ചാനലില് ആപ്പിൾ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ ഒരു സ്ത്രീ ഉണ്ടായി. അവര് പറഞ്ഞു ഞാൻ വേറെ സിനിമ മുഴുവൻ കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ചുമ്മാ കള്ളം പറയുന്നത്. അങ്ങനെ എല്ലാ സിനിമയൊന്നും കാണാൻ അവർക്ക് അതിനുള്ള വയസ്സൊന്നും ഇതെന്തൊരു വേൾഡ് സിനിമ ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ നടനെ കണ്ടിട്ടില്ല. അതിന്റെ മോഡൽ പറഞ്ഞു അയാൾ അത്രയ്ക്ക് ഇപ്പഴല്ല, 80 അവസാനം 90. 7 നമ്പർ എന്ന് പറഞ്ഞു. ഇടാ അയാൾ വന്ദനം ചെയ്യുന്ന സമയത്താണ് രാജശില്പി കണ്ടത്. ഇവിടെ എത്ര പേര് രാജശില്പി കണ്ടിട്ടുണ്ടോ? 7 നമ്പർ ഒന്നല്ല, ആൾക്കാർ വെറുതെ പറയാനാണ്. ഈസ് ദ മോസ്റ്റ് ടാലന്റഡ് ആക്ടർ ഇൻ ദിസ് വേൾഡ്. അപ്പൊ അതായത് 1 നമ്പർ പുള്ളിയാണ്. വേറെ കുറെ ആക്ടേഴ്സ് പറയുന്നുണ്ട് ഗോഡ് ഫാദർ അഭിനയിച്ചു, അവരെല്ലാം മെത്തഡ് ആക്ടിങ് അറിയോ? മെർലൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, അങ്ങനെ കുറെ പേര് പറയണ്ട. അവരെല്ലാം മെത്തഡ് ആക്ടിങ് ആണ്. 98% ആക്ടേഴ്സ് മെത്തഡ് ആക്ടിങ് ആണ്. ഇടോ ഞാൻ പെട്ടെ ഇപ്പൊ ടെസ്ല പറയുന്ന ആള് ജീനിയസ് ആണ്. അയാൾക്ക് ബുദ്ധി ഭയങ്കര കൂടുതലാണ്. അത് അയാൾക്ക് ബൈ ബർത്ത് കിട്ടിയതാണ്. ഈ എഡിസൺ പറയുന്ന ആള് ഹാർഡ് വർക്ക് ചെയ്ത് വന്നതാണ്. ജാക്കി ചാൻ ചെയ്യുന്ന പടമൊക്കെ മോഹൻലാൽ ചെയ്യുമോ? പറയാ ഹാർഡ് വർക്ക് ജാക്കി ചാൻ ചെയ്യുന്ന ആക്ഷൻ ചെയ്യും, കോമഡി ചെയ്യും, വേറെ ഒന്നും ചെയ്യോ? ഇത് മതി. മോഹൻലാൽ രണ്ട് ചെയ്യുമല്ലോ. ജാക്കി ചാൻ ചെയ്യുന്ന പടമൊക്കെ മോഹൻലാൽ ചെയ്യും, കോമഡി ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ ജാക്കി ചാന്റെ പടം ചെയ്യുമെന്ന് ചോദിച്ചു. ചാൻസ് കൊടുക്കുക, നിങ്ങൾ ചെയ്യാൻ ചാൻസ് കൊടുക്കണോ? ചാൻസ് കൊടുക്കുക. ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ദൃശ്യം പാവനാശയെ അഭിനയിച്ച് പ്രൂവ് ചെയ്ത് പറ്റില്ലാണ്.
മറ്റേ പ്രൂവ് ചെയ്തിട്ടില്ല. അല്ല ഞാനല്ലേ പറഞ്ഞേ ആക്ഷൻ ഒരാൾ ചെയ്യാതെ മോളല്ല ആക്ച്വലി സൂപ്പർ അറിയോ, എന്ത് കോമഡിയാ. ഒന്ന് പോയി പണിയോടോ. അയാൾക്ക് ഭയങ്കര വേവഴക്കാണ്. സ്റ്റണ്ടിന്റെ ഏറ്റവും ബെസ്റ്റ് മോഡലാ. അടുത്തത് ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു അറിയോ. മറ്റൊരു പടമുണ്ടല്ലോ, ഡാൻസിന്റെ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ ഇംഗ്ലീഷ് മൂവി. ആ സ്റ്റെപ്പ് അപ്പ്. ആ സിനിമ മോഹൻലാൽ ചെയ്യോ? ഞാൻ കാര്യം പറ്റി ഇതെല്ലാം ചെയ്യാവുന്ന ആള് മോഡലാണ്. ഇവർക്ക് എല്ലാം മോഡൽ ചെയ്യും. എല്ലാ ഈ ആക്ടർ ശരിയല്ല, ഈ ആക്ടർ ശരിയല്ല. എല്ലാ കാര്യം മോഡൽ ചെയ്യും. ഇവർക്ക് കാര്യങ്ങളെ പറ്റുള്ളൂ. സ്റ്റെപ്പ് അപ്പ് ചെയ്യത്തില്ല. എന്താ പൊട്ടറാണോ കാര്യം? അല്ല ഞാൻ പറയട്ടെ സ്റ്റെപ്പ് അപ്പ് കണ്ടാണോ? സ്റ്റെപ്പ് അപ്പ് സിനിമ പറയാൻ സമയത്ത് ചാൻസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഈ പൊട്ടന്മാർ മനസ്സിലാകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഇത് അതല്ല സ്റ്റെപ്പ് പോണ്ടല്ല. ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. ഞാൻ പറഞ്ഞേക്കാം. ഒരു ഡിസ്കഷൻ ആർഗ്യുമെന്റ് ആണ് ഈഗോ വരുമ്പോഴാണ്. ഇവിടെ നടക്കുന്ന ആർഗ്യുമെന്റ് ഡിസ്കഷൻ അല്ല. തനിക്ക് ബുദ്ധിയില്ല, താൻ ലോജിക്ക് ഒന്നാണെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ മറന്നു പോകും. ആ സമയത്ത് പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞു വന്നാ, അതായത് ബാറ്റ്മാനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ എന്നാ. പ്രഭുദേവിക്ക് ഡാൻസ് കളിക്കാനേ പറ്റുള്ളൂ. പ്രഭുദേവി ഡാൻസ് മാത്രം ഒന്ന് കേൾക്കാം. സംഭവം ആരും ഒന്നും മിണ്ടുന്നില്ല. നോക്കാം കേൾക്കാം. പ്രഭുദേവന് ഡാൻസ് മാത്രമേ പറ്റുള്ളൂ. മറ്റേ ജാക്കിയെ നടത്തിയ കോമഡി ആക്ഷൻ, മറ്റേ എന്താണ് പിന്നെ വേറെ ആരാണ്, ബാബു തന്നെ എടുത്ത ആക്ഷൻ മാത്രം. ഇതെല്ലാം ചെയ്യുന്ന ഏക ആള് മോഡലാണ്. ഇവരെല്ലാം സ്പെഷ്യലൈസ്ഡ് ആണ്. എല്ലാം ചെയ്യുമല്ലോ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമോ? സ്റ്റെപ്പ് അപ്പ് കണ്ടിട്ടില്ല. സ്റ്റെപ്പ് അപ്പ് കണ്ടിട്ടില്ല. ഇയാൾക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ഇത് ഇവർക്കല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഒന്നോ രണ്ടോ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യുന്ന മോഡലാണ്. എല്ലാം എന്ത് കാര്യം കൊടുത്താലും ചെയ്യുന്ന. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വേണ്ടി പൊട്ടത്തിൽ ഇരിക്കണ്ടായിരുന്നു. ഇതെല്ലാം പുള്ളി ചെയ്യും. ഇവർക്കെല്ലാം ഒന്നോ രണ്ടോ കാര്യം പറ്റും. ഓക്കെ സ്പൈഡർമാൻ മൂവി ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് ചാൻസ് കൊടുത്ത് നോക്കുവോ? അയാൾക്ക് തടി ഉണ്ടാവും. ശരിയാണ്, അയാൾ തടി കുറച്ചാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. തടി കുറച്ചാൽ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടാ. ഇവിടെ ദൃശ്യമെന്ന സിനിമ പാപനാശം ചെയ്ത് കോളാക്കി പ്രൂവ് ചെയ്തു. മറ്റേ ഇത് ചെയ്യാ പണ്ട് പറയും വിജയം മമ്മൂട്ടിക്ക് പറ്റും, മോളെ പറ്റും. അയാൾ കൊടുത്തു നോക്കുക. കൊടുക്കാതെ അയാൾ ചെയ്യാൻ ചാൻസ് കൊടുക്കുവോ? ചെയ്യാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? സ്പൈഡർമാനായിട്ട് മോഹൻലാൽ അയാൾക്ക് ചെയ്യാൻ ചാൻസ് കൊടുക്കുവോ? ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോ നമ്മുടെ ജാക്കി ചാൻ സെന്റിമെന്റ്സ് അഭിനയിച്ച സീനുകളുണ്ടല്ലോ, അതിനെന്താ കുഴപ്പം? സെന്റിമെന്റ്സ് ഏറ്റവും ചെയ്യുന്ന മമ്മൂട്ടി മോഡാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം ജാക്കി ചാൻ കംപ്ലീറ്റ് ആക്ടർ അല്ലല്ലോ, എല്ലാം ചെയ്യാൻ പറ്റാത്ത ആക്ടർ ആണല്ലോ. കംപ്ലീറ്റ് ആക്ടർ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് പോലൊരു സ്റ്റെപ്പ് അപ്പ് ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ജാക്കി ചാൻ ചെയ്യുന്ന ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയെ കൊണ്ട്. ഞാൻ ഉത്തരം പറയാം. ഇവരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്. പ്രഭുദേവക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും പറ്റില്ല. ഇത് സ്പെഷ്യലിസ്റ്റാണ്, മോഹൻലാൽ ജനറലിസ്റ്റാണ്. അത് മനസ്സിലാക്കണം. ആക്ടിങ്ങിന്റെ കാര്യത്തില് കംപ്ലീറ്റ് അല്ല. നോക്കട്ടെ, ആടുജീവിതം ചെയ്യാൻ പറ്റുമോ? ആടുജീവിതം ചെയ്യാൻ പറ്റും? അല്ല, പറ്റില്ല. ബ്രൂസ് ലീ സ്റ്റണ്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ജാക്കിയോട് പോയി ഇല്ല. ബ്രൂസ് ലീ ചെയ്തോട് പറ്റില്ല. അതിനേക്കാൾ ബ്രൂസ് ലീ ചെയ്തോട് ജാക്കിയാനെ പറ്റില്ല. ഞാൻ കണ്ടു നോക്ക്, കണ്ടതിന് മനസ്സിലാവും. പറ്റില്ല. ജാക്കി ചാൻ ആരാ പറയുന്നത്? കൊമേഴ്സ്യലിസ്റ്റ് മാത്രം. ഞാൻ ബ്രൂസ് ലീ ചെയ്ത പോലെ ആക്ഷൻ സ്റ്റണ്ട് പേര് മോഹൻലാൽ ടെർമിനേറ്റർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആളെ കളിയാ. നിങ്ങൾ പറഞ്ഞ ഇയാൾക്ക് ബോഡി, മോഹൻലാലിന്റെ ബോഡി ഒരു പ്രശ്നമാണ് അറിയോ? മോഹൻലാൽ നല്ലൊരു ബോഡി ഇല്ല, പക്ഷെ ആക്ടിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഭാവാഭിനയം അതിപ്പോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ല, ഭാവാഭിനയാണ് അഭിനയം.
അഭിനയം പറഞ്ഞ അല്ലല്ല. ഫേസിൽ എക്സ്പ്രഷൻ ആണ് മറ്റേ ആദ്യം ചെയ്യാം ഈ ശബ്ദം ഇത് ആവുന്ന ആക്ടിങ് അവിടെ വെറുതെ ഇരുന്നു. അണ്ണന് stunt ചെയ്യാൻ പറ്റുമോ? എടാ അതല്ല അണ്ണൻ എത്ര method acting മോഹൻലാൽ അണ്ണന് stunt ഞാൻ പറ്റേ ചെയ്യാൻ പറ്റുമോ? ഭാവ അഭിനയം അത് പുള്ളി നഷ്ടമായിരിക്കാം Okay. നഷ്ടമായി പക്ഷെ ഭാവ അഭിനയത്തിൽ മോഹൻലാൽ വെട്ടിക്കാൻ അത് ആഗ്രഹിച്ചില്ല. നീന്തുന്നതായിട്ടൊക്കെ അഭിനയിക്കുമോ? എടാ അതല്ല ഞാൻ ഇത് എല്ലാവരും കളിയാക്കാൻ മോഹൻലാൽ മുഖം മാത്രം കാണിച്ച് അതാ പറഞ്ഞേ, മുഖം മാത്രമല്ല അഭിനയം. ഓ അപ്പൊ അതൊന്നും പറ്റത്തില്ല. പറ്റും. ഇവിടെ ഇരി. കഥകളി പറ്റും മോഹൻലാലിന്. ഇവിടെ ഇരി, ഇവിടെ. സ്റ്റണ്ടൊന്നല്ല ഇവിടെ ഇരി. അതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരി, ഇവിടെ ഇരി. സ്റ്റണ്ട് ചെയ്യാൻ പറ്റുമോ? ഭരത് ഗോപി സ്റ്റണ്ട് ചെയ്യാൻ പറ്റും. complete ആണെന്ന് പറയുന്നില്ല. ഒരു കാര്യം ചെയ്തിട്ട് അത് കലയല്ല. Complete ആണെന്ന് പറയുന്നില്ല. ഇതല്ലേ? ആരും അറിയില്ല. ഇവര് ഇരുന്ന് പറ. എവിടെ പോവാ? താൻ ചോദിക്കുന്നോണ്ട് അങ്ങോട്ടും അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഷാരുണേ, എടാ താൻ ചോദിക്കുന്നോണ്ട് അങ്ങോട്ട് വരുന്നേ. പിന്നെ ഇങ്ങോട്ട് വരുന്നത്. മലയാളം മൂവീസ് കണ്ടോ? ഡാൻസ് കണ്ടോ? കണ്ടോ? കണ്ടിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ടെർമിനേറ്റർ ലാലേട്ടൻ ജോലി ചെയ്യാൻ പറ്റും, സ്പൈഡർമാൻ ചെയ്യാൻ പറ്റും, പിന്നെ ഏതുള്ള ബാറ്റ്മാൻ ചെയ്യാൻ പറ്റും. എടാ ഉണ്ട്, ഹനുമാൻ ചെയ്യാൻ പറ്റും. അല്ല ലാലേട്ടൻ സ്പേസ് എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതി. അല്ല ഉപയോഗിച്ചുകൊണ്ട് മോഷൻ ക്യാപ്ചർ ചെയ്യാം. കഴിഞ്ഞെന്ന് തോന്നുന്നു. ചാർജ് ശരിയാണ്. മോഷൻ ക്യാപ്ചർ വെറും ഊച്ചാടി റെഡിയാണ്. എല്ലാം നിർത്തിക്കോ. ഒരാളെ എല്ലാവരും വിജയായിട്ട് അത് ചെയ്തതാ. വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. വേണ്ട എന്തോ ചെയ്യാമല്ലോ. സ്പേസ് എക്സ്പ്രഷൻ മാത്രം മതിയല്ലോ. ബഹളം വെക്കില്ലെങ്കിൽ ഞാൻ അത് ഒരു മതി. കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് കേൾക്കാം. ഞാൻ ചേട്ടനോടല്ല, ഞാൻ അവിടെ പറയുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. രണ്ട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് സംസാരിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോടല്ല, ഞാൻ പ്രേക്ഷകരോടാ പറയുന്നത്. ഞാൻ- ഞാൻ നിങ്ങളോടല്ല, ഞാൻ പ്രേക്ഷകരോടാ പറയുന്നത്. ഞാൻ ഇല്ലാത്തപ്പോ പറയാം. ഞാൻ ഇല്ലാത്തപ്പോ ഞാൻ ക്യാമറ നോക്കി കാരണം പറയുന്നത്. ഇത് അങ്ങനെ ശരിയല്ലടോ. അയാൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ നിങ്ങൾ വട്ടത്തോട് കൂടി ആക്രമിക്കുന്നത് ശരിയല്ല. ആരാക്രമിച്ചു? ആരും ആക്രമിച്ചു, ഞാൻ പുള്ളി മാത്രമല്ല. ഈ ചുറ്റുപാടുള്ളവരെ ആക്രമിക്കുവാന്ന് ഇത്ര നേരം. കോമാളിയാക്കുക. ആര്? ഒരു സെന്റൻസ് കംപ്ലീറ്റ് അല്ല, ആക്കി ചോദ്യം വെച്ചാല് അല്ലല്ല. ആ സെന്റൻസ് കംപ്ലീറ്റ് ആകത്തുമില്ല. ആ ചോദ്യം ഉത്തരം ഞാൻ ഇത്ര കാര്യം പറഞ്ഞുള്ളൂ. പുള്ളി ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ പറഞ്ഞോണ്ട് കലാകാരന് വേണ്ടത് ഒരു കലാകാരന് വേണ്ട എളിമയാണ്. തനക്കതില്ല. നീ മിണ്ടാതിരിക്കണം. അല്ല ഒരു കലാകാരൻ ഞാൻ കലാകാരനല്ല. ഞാൻ കലാകാരനല്ല. വേണ്ട എളിമയാണ്. എനിക്ക് കലയില്ല. താൻ വിചാരിച്ച താനെന്ത് വലിയ ആളാണ്. ഞാൻ ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ് മറ്റേ ഞാൻ ബ്രൈറ്റ് ആണല്ലോ, എന്റെ പേര് ബ്രൈറ്റ് എന്നാണല്ലോ. അമ്പിളോ എളിമ കാണിക്കും. പേര് മാറ്റണം. അമ്പിൾ നാക്ക്. ഞാൻ തനിക്ക് എളിമയില്ല. ഈഗോയിസ്റ്റാണ്. കമലാസിനെ പോലെ ഈഗോയിസ്റ്റാണ്. കമലാസൻ എന്നെ താരതമ്യം ചെയ്യല്ലേ. അങ്ങനെ വലിയ ആളാ, മനസ്സിലായി. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. പുള്ളി പറഞ്ഞു ലാലേട്ടന്റെ ദൃശ്യം കമലഹാസൻ പാപനാശാക്കിക്കൊള്ളാക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്തുവാ, ഇത്രേ ഉള്ളൂ. മലയാളത്തിൽ നിന്ന് എനിക്ക് ഇടയ്ക്കേറരുത്. രണ്ട് കാര്യങ്ങൾ പറയാം. മലയാളത്തിൽ നിന്ന് കുറെ പടം എടുത്തിട്ട് വേറെ ഭാഷയിൽ ചെയ്തിട്ടുണ്ട്, ശരിയാ, കൊളമാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എത്ര പേര് ധൈര്യം കാണിക്കും അവിടുത്തെ ഒരു പടം എടുത്ത് ചെയ്യാൻ? പുള്ളി പറഞ്ഞ അന്യനൊക്കെ ലാലേട്ടൻ ചെയ്യുന്നു. എല്ലാവർക്കും അവരുടേതായ ലൈവിൽ ആർക്കും ചെയ്യാം. ദിലീപിനെ മോഹൻലാൽ എന്നെ പ്രൊഡക്ഷൻ, മോഹൻലാൽ എന്നെ അഭിനയം, മോഹൻലാൽ എന്നെ ഡയറക്ഷൻ. ഇനി എന്തിനാ ചാൻസ് കൊടുക്കുന്നേ? ഞാൻ പറയാം, ലാലേട്ടൻ മമ്മൂക്ക എന്ന് മോശമല്ല, പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു കഥാപാത്രം ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ PK പോലത്തെ റോൾ ആര് ചെയ്യും? എനിക്ക് ഹുസൈൻ ബോൾട്ടിന്റെ റോൾ ചെയ്യും മോഹൻലാല്. ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അമേരിക്ക നല്ലൊരു ഫിലിം മേക്കറാണ്. ഓടുന്നോലെ അഭിനയിക്കും. അമേരിക്ക നല്ലൊരു ഫിലിം മേക്കറാണ്, നല്ലൊരു ബിസിനസ്മാൻ ആണ്. പക്ഷെ ആക്ട് ചെയ്യാൻ അറിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. എനിക്ക് ഒരു കാര്യം പറയാം. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മളൊരു സിനിമ 200 ടേക്ക് എടുത്തതിന് എന്താ ഇപ്പൊ പ്രശ്നം? ചിലപ്പോ ഔട്ട് ഓഫ് ഫോക്കസ് വരും, ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കൊറിയോഗ്രാഫി ശരിയായില്ലെന്ന് വരും. കഴിവുള്ളവർ 1-2 ടേക്ക് എടുക്കും. 1-2 ടേക്ക് എടുക്കുന്നത് പുള്ളി ഉദ്ദേശിക്കുന്നത് കഴിവാണ്. ടേക്ക് എത്ര പോവാം, അതാ മറ്റേത്. പക്ഷെ ഇപ്പോഴത്തെ കിട്ടുമ്പോ പ്രൊഡക്ഷൻ ലാഭം, ടൈം ലാഭം, എല്ലാം ലാഭമല്ലേ. പിന്നെ ഇങ്ങനെ പറഞ്ഞ മെത്തേഡ് ആക്ടിങ് ആർക്ക് ഏത് പൊട്ടനും ചെയ്യാം, അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നമ്മൾ നിങ്ങള് ഞാൻ
പറയുക നാച്ചുറാലിറ്റി എല്ലാം കിട്ടുമോ? പറ്റുമല്ലോ. നിങ്ങൾ ബ്ലഡി നൈറ്റിൽ അഭിനയിച്ച നാച്ചുറൽ ആക്ടിങ് അല്ലല്ല, വേറെ ബ്ലഡി നൈറ്റിൽ അഭിനയിച്ച നാച്ചുറൽ ആക്ടിങ് നിങ്ങൾ മെത്തേഡ് ചെയ്താൽ മതി. മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുവാ? മമ്മൂട്ടിക്ക് കമലഹാസനോ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇവൻ ആക്ടേഴ്സ് ഒന്നും നാച്ചുറാലിറ്റി പറ്റുന്നുണ്ടോ? എടോ മമ്മൂട്ടി സത്യത്തിൽ പ്രിപ്പയർ ചെയ്തില്ലേ? മമ്മൂട്ടിക്ക് എവിടെ നാച്ചുറാലിറ്റി പറ്റില്ല. അതെ, ഒരേ ഒരു നാച്ചുറൽ ആക്ടറേ ഉള്ളൂ. കമലഹാസൻ കുറെ പ്രിപ്പയർ ചെയ്ത് നേരത്തെ റീടേക്ക് നേരത്തെ കമലഹാസന്റെ എത്ര സിനിമ കണ്ടിട്ടുണ്ട്? ഞാൻ എല്ലാം കണ്ടു. കമലഹാസൻ ഒരു കോപ്പല്ല, വെറുതെ പൊക്കി വെക്കുകയാണ്. അയാൾ പട്ടറയുണ്ട്. ആരായതുകൊണ്ട് അയാൾ ഒന്നുമല്ല, അയാൾ പൊട്ടനാണ്, അറിയോ? ലോക പൊട്ടനാണ്. ഇതിലേ? എല്ലാ മിക്ക സിനിമയും ഹോളിവുഡ് റീമേക്കാണ്, അതിന് നായക പോലും റീമേക്കാണ്. ഈ സിനിമ കണ്ടുപിടിച്ച സായിപ്പ, ഈ ക്യാമറ കണ്ടുപിടിച്ച സായിപ്പ എവിടെ കണ്ടുപിടിച്ച? എന്നിട്ട് എല്ലാരും ഇത് ഈ ആക്ഷൻ കട്ട് തന്നെയല്ലേ പറയുന്നത്? പിന്നെ എല്ലാ സായിപ്പുമാരെ അടിച്ചു മാറ്റിയത് ഈ സാധനം വരെ ഉണ്ടാക്കിയ ആരാ? സായിപ്പുമാരാണ് അടിച്ചു മാറ്റിയത്. സായിപ്പുമാരെന്ന് ഞാൻ കേൾക്കുന്നില്ല. സായിപ്പുമാരെന്ന് അടിച്ചു മാറ്റി. അതെ, അതല്ല, അവരെ തല്ലിട്ട് ഞാൻ അകത്ത് കിടക്കാനുണ്ട്. എന്റെ മുന്നേ കേട്ടോ, ഞാനത്ര ബുദ്ധിവശം. ഞാൻ ഇത്ര പറയുള്ളൂ. എല്ലാരും ചേർന്ന് അറ്റാക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. രണ്ട് കാര്യങ്ങളെ ഞാൻ പാടില്ല, എന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്നാ ചെവി ഒത്തിപ്പിടി. അതെ, ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? ഞാൻ എന്ത് പൊട്ടത്തരം പറഞ്ഞു? തനിക്ക് ഒരുപാട് കള്ളത്തുണ്ടോ? ഞാൻ എന്തൊക്കെ കള്ള പറയുന്ന? ഞാൻ കള്ള പറയുന്ന ആളല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കള്ളമത്ത് പറയണം.